നാദ്ര മെഹ്റി ബിഗ് ബോസ് സീസൺ 5 ഒരു അടിപൊളി കണ്ടസ്റ്റന്റ് ആണ്. ആൻഡ് എനിക്ക് നാദ്രയോട് ഭയങ്കര ഒരു റെസ്പെക്ട് ഉണ്ട്. കാര്യം മറ്റൊന്നുമല്ല, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നുകൊണ്ട് ആ ഒരു ഷോയിലൂടെ നാദ്രയ്ക്ക് അവരെ പ്രൗഡ് ആക്കാൻ കഴിഞ്ഞു എന്നതാണ്. ആൻഡ് അത് മാത്രമല്ല, നാദ്രയ്ക്ക് ആ ഒരു ഷോയിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളിലെ 2 നേട്ടങ്ങൾ. അതിൽ ഒന്നാമത്തേത്, ഒരു ഭൂരിഭാഗം മലയാളികൾക്കും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. കാര്യം നാദ്രയുടെ ഒരു ബിഹേവിയർ ആ ഒരു ഷോയിലൂടെ അത്രത്തോളം അടിപൊളി ആയതുകൊണ്ടാണ്. ആൻഡ് ഇത് മാത്രമല്ല, ഇത്രയും നാളും നാദ്രയെ അകറ്റി നിർത്തിയിരുന്ന നാദ്രയുടെ ഫാമിലി നാദ്രയെ അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും നമുക്ക് നാദ്രയുടെ ഒരു റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ ഇതേ ലൈംലൈറ്റിൽ നിൽക്കുന്ന നാദ്രയുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അപ്പം ഈ ഒരു കാര്യം പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയട്ടെ. എൻ്റെ മുന്നിൽ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ ആണ് പെണ്ണ് ഇത്തരം ജെൻഡർ വേർതിരിവുകളൊന്നും എനിക്കില്ല. ഞാൻ ഒരാളെ കാണുന്നത് വെറും ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാത്രമാണ്. ഓക്കെ, ഞാൻ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, ഒരാളെ വിലയിരുത്തുന്നത് അയാൾ ട്രാൻസ്ജെൻഡർ ആണോ പെണ്ണാണോ ആണോ നോക്കിയിട്ടല്ല. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റീസ് അയാളിലുണ്ടോ എന്ന് നോക്കി മാത്രമാണ് ഞാൻ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, ഒരാളെ വിലയിരുത്തുന്നത്. അവിടെ ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ ഇങ്ങനത്തെ ഒരു വേർതിരിവ് കാര്യങ്ങളൊന്നും എനിക്കില്ല. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് AJ കിച്ചൂട്ടൻ എൻ്റെ സുഹൃത്താണ്. അവൻ പല വീഡിയോസ് ഇടുന്ന സമയത്ത് ആണെങ്കിൽ അവൻ ഒരുപാട് മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അവനത് തിരുത്താറുമുണ്ട് പിന്നീട്. ഓക്കെ, അപ്പോൾ അവൻ കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 അഭിഷേക് ശ്രീകുമാർ നമ്മുടെ മറ്റേ അഭിഷേകിനെ പറ്റിയിട്ടും മറ്റേ കൊറിയൻ മല്ലു ആ ഒരു വിഷയം ഉണ്ടല്ലോ, അപ്പം അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുള്ള ആ ഒരു വിഷയത്തെ റിയാക്ട് ചെയ്തിട്ടാണ് അവൻ ഇട്ടിട്ടുള്ളത്. അപ്പം ആ ഒരു വിഷയത്തിലെ എൻ്റെ നിലപാട് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയ്ക്കകത്തോടെ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അവൻ ആ ഒരു വീഡിയോ, കിച്ചൂട്ടൻ ആ ഒരു വീഡിയോ ഇട്ടത് ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്യാം. Requesting and I'm demanding immediate ejection of Abhishek Srikumar from Big Boss Malayalam Season 6. Hold accountability. Take that responsibility and eject him without showing any. അഭിഷേക് കൊച്ചു കുട്ടികൾക്കും ജനങ്ങൾക്കും നെഗറ്റിവിറ്റി പബ്ലിസിറ്റി ചെയ്യുന്നു എന്നാണ് റിയാ സലീം പറഞ്ഞത്. നിങ്ങൾ പണ്ട് മലപ്പുറത്ത് ഒരു പ്രേഡ് നടത്തിയായിരുന്നു LGBTQ തുണിയൊക്കെ അഴിച്ചിട്ട് സാമാനം പുറത്തിട്ട് കിസ്സു അടിച്ച് ഈ കണ്ട ജനങ്ങളുടെ മുന്നിൽ കൂടി കൊച്ചു കുട്ടികളുടെ മുന്നിൽ കൂടെയാണ് നിങ്ങൾ നടന്നത്. നിങ്ങൾ കാണിച്ച അത്ര നെഗറ്റിവിറ്റി ഒന്നും ഒരിക്കലും അഭിഷേക് ചെയ്തിട്ടില്ല കേട്ടാ. അവരും മനുഷ്യരല്ലേ, അവർക്കും ജീവിക്കണം. അതായിരിക്കും നിങ്ങളുടെ കമന്റിൽ വരാൻ പോണത്. അവരോട് എനിക്ക് ഇത്രേ പറയാറുള്ളൂ. ട്രാൻസ്ജെൻഡറുകളെ പോലീസ് അറസ്റ്റ് യൂബർ ടാക്സി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത ഭിന്നലിംഗക്കാരെ കൊച്ചി സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അച്ഛന്റെ കയ്യിലിരുന്ന 2 വയസ്സുള്ള കുഞ്ഞിന് നേരെ ആക്രമണം. കേസിലെ പ്രതിയായ ട്രാൻസ്ജെൻഡറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് ഒലവക്കോട് 45-കാരനെ ട്രാൻസ്ജെൻഡർ യുവതി കുത്തിപ്പരിക്കേൽപ്പിച്ചു. അവരിലൂടെ HIV ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്നുണ്ടെന്ന് CDC പറയുന്നു. 99% എയ്ഡ്സ് രോഗവും പകരുന്നത് പുരുഷ സ്വവർഗാനുരാഗികളിലാണ്. ഈ അസുഖം കൂടുതലാവുന്നത്. ഈ ലോകത്ത് ഒരു വർഷം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ ഏറ്റവും കൂടുതൽ HIV പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇതാണ് കിച്ചൂടൻ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ. ആൻഡ് ഇതിനകത്ത് കാണിച്ചേക്കുന്ന വിഷ്വൽസ് ഒന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതല്ലോ. അപ്പോൾ ഇത് റിയാലിറ്റിയാണ്, റിയലി നടന്ന സംഭവങ്ങളാണ്. ആൻഡ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കണം ഇതേ ട്രാൻസ്ജെൻഡറിൻ്റെ ഭാഗത്തുനിന്ന്. എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് അവർ റൂഡായിട്ട് നമ്മുടെ അടുത്തൊന്ന് ബിഹേവ് ചെയ്യുക, ഇത്തരം ചില അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്തരം ചില ആളുകൾ 1-2 ആളുകൾ ചെയ്തു എന്ന കാരണത്താൽ ഈ കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇവനിത് നേരെ നാദ്ര മെഹറിനെ ഇൻസ്റ്റഗ്രാമിൽ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ആ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സ്റ്റോറിക്ക് നാദ്ര തിരിച്ചു കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ, ചേച്ചി ഏതാ? നാദ്രയ്ക്ക് ആ ഒരു വീഡിയോ കണ്ട സമയത്തേക്കിന് മനസ്സിലായില്ല ഇവൻ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ജെൻഡർ എന്താണെന്ന് മനസ്സിലാക്കാനെ കൊണ്ട് നാദ്രയ്ക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായോ? തീർച്ചയായിട്ടും ഇതൊരു ഒഫൻസീവായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവിടെ ഒഫൻഡഡ് ആയതുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും നാദ്ര ഇങ്ങനൊരു മറുപടി കൊടുത്തിട്ടുള്ളത്. കാര്യം അവരുടെ കമ്മ്യൂണിറ്റിക്കെതിരെയാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദേഷ്യം വന്നെങ്കിൽ എന്താണ് അവിടെ പറയേണ്ടത്? കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് എന്ന് നിങ്ങൾ അടച്ചാക്ഷേപിക്കരുത് എന്ന് വേണമെങ്കിൽ നാദ്ര മെഹറിന് അവിടെ പറയാമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ ചെയ്തത്? ചേച്ചി ഏതാ എന്നുള്ളത്. അപ്പോൾ നാദ്ര മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം, പല സ്ഥലങ്ങളിലും സൂക്ഷിക്കണം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. ഓക്കെ, അതിനത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് സാബിത്ത് എന്ന് പറയുന്ന ഒരു പയ്യനാണെങ്കിൽ ഇതേ വിഷ്വൽസ് എടുത്തിട്ടാണെങ്കിൽ അവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്റ്റോറിക്ക് നാദ്ര കൊടുത്തിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നു. ആ ഒരു മറുപടി വെച്ച് വീണ്ടും കിച്ചൂട്ടൻ ഒരു വീഡിയോ ചെയ്തു. ഫസ്റ്റ് കിച്ചൂട്ടൻ ഈ ഒരു വീഡിയോ ചെയ്ത സമയത്തേക്കിന് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഒഫൻസീവായി പോയി.
ഓക്കെ, ഇത് വീഡിയോ കണ്ട സ്പോട്ടിൽ തന്നെ ഞാൻ കിച്ചൂട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ കിച്ചൂട്ട, നീ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ ആ ഒരു കമ്മ്യൂണിറ്റിയെ പറഞ്ഞ കാര്യങ്ങളൊട്ടും ശരിയായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ നാദർ അയച്ചിട്ടുള്ള ആ ഒരു മെസ്സേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഒഫൻസീവായിട്ട് തോന്നി, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഞാൻ ഇട്ടുപോയതാ. എടാ ഞാൻ ആ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ ഉദ്ദേശിച്ച് പറയണമെന്ന് വിചാരിച്ചില്ല, ആ ഒരു ഫ്രസ്ട്രേഷനിൽ അവൻ അങ്ങനെ വന്നു പോയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ ഓക്കെ, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ അതൊരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അങ്ങനെ ഇടുമ്പോഴത്തേക്കിന് അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു, കാര്യം എനിക്കത് തെറ്റാണ് എന്നെനിക്ക് മനസ്സിലായി, സോ ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണ്ട, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ബിഗ് ബോസ് സീസൺ 5 എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു നാദിറ മെഹ്റിൻ. ഈ നാദിറ മെഹ്റിന്റെ ഒറിജിനൽ സ്വഭാവം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ടിന് അയച്ചൊരു മെസ്സേജാണിത്. മുസ്ലിംസിലാണ് ഏറ്റവും കൂടുതൽ പീഡന വീരന്മാരുള്ളത്. മുസ്ലിമായിട്ടുള്ള നാദിറ മെഹ്റിൻ പറഞ്ഞ വർത്താനുണ്ട്. നാദിറ മെഹ്റിൻ, എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയുള്ളൂ, നിന്റെ ഉപ്പ മുസ്ലിം അല്ലേ? അപ്പോൾ ഉപ്പ പീഡന വീരനാവൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും പീഡനവീരന്മാരാവോ? മുസ്ലിംസിലുള്ളവർ ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് എല്ലാവരും പീഡനവീരന്മാരാവോ മുസ്ലിംസില്? എല്ലാ മതത്തിലും പീഡനം നടക്കുന്നുണ്ട് കേട്ടാ. ഒരു മതത്തിനെ ഇങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കാനായിട്ട് നിനക്ക് നാണമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉളുപ്പുണ്ടോ നിനക്ക്? വേറെ ഒന്നും എനിക്ക് പറയാനില്ല, ബാക്കി നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ കിച്ചൂട്ടൻ റിയാക്ട് ചെയ്തേക്കുന്ന നാദർ അയച്ചിട്ടുള്ള മെസ്സേജുകളിലെ ഒരു പോർഷൻ മാത്രമാണ്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് എന്താ അയച്ചത്, ഇതിന് ശേഷം എന്താ അയച്ചത്, ഇത്തരം കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്ത് തന്നെ സംസാരിച്ചിരുന്നാൽ പോലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഓക്കെ, മുസ്ലിങ്ങളെല്ലാം പീഡനവീരന്മാരാണ് എന്ന് പറഞ്ഞ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പം ഞാൻ നേരെ ഇതിൻ്റെ എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ നാദർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. നാദരോട് ഞാൻ ചോദിച്ചത്, ഹലോ, AJ കിച്ചൂട്ടൻ ഒരു വീഡിയോ ഇട്ടിരുന്നത് കണ്ടിരുന്നു, മുസ്ലിംസ് പീഡന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ട സ്ക്രീൻഷോട്ട് വെച്ച് എന്താ ശരിക്കും സംഭവിച്ചത്? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആഫ്റ്റർ ആൻഡ് ബിഫോർ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ്, ചോദിക്ക്, എനിക്കറിയില്ല, ഓക്കെ, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവിടെ ക്ലോസ് ചെയ്തു. അപ്പം ഞാൻ തിരിച്ചയച്ചേക്കുന്ന ആ വോയിസ് മെസ്സേജ് എന്ന് വെച്ചാൽ, നാദര, ഇത് എൻ്റെ അടുത്ത് കിച്ചൂട്ടൻ പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാബിത്ത് എന്ന് പറയുന്ന പയ്യനാണെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ നിങ്ങൾ അവിടെ അവന് കൊടുത്തിട്ടുള്ള മറുപടിയാണ്, റിപ്ലൈ ആണ് ഈ രീതിയിൽ വെച്ചത്. അപ്പം ആ സാബിത്ത് എന്ന് പറയുന്ന പയ്യൻ ഇവൻ ആ ഒരു സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്ത്, അതാണ് ഇവൻ റിയാക്ട് ചെയ്തേക്കുന്നത് എന്ന് കിച്ചൂട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, ഇതിനകത്ത് എന്താ ബാക്കി സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നാദരയ്ക്ക് നാദരയുടെ ഭാഗം, അല്ലെങ്കിൽ നാദരയുടെ ഭാഗം എന്താണെന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചപ്പോൾ നാദര ഒന്നും പറഞ്ഞില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവിടെ ക്ലോസ് ചെയ്തു. അപ്പം അങ്ങനെ വിട്ടാൽ പറഞ്ഞല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എന്താണ് സത്യാവസ്ഥ എന്ന് എനിക്കറിയണമായിരുന്നു. ഞാനപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇടാൻ എനിക്ക് അയച്ചാൽ എന്താ സംഭവം എന്നുള്ളത്. അപ്പം അഹമ്മദ് സാബിത്ത് എന്നാണ് ആ ഒരു പയ്യൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്. അപ്പോൾ എനിക്കിത് സ്ക്രീൻഷോട്ട് അയച്ചു തന്ന കിച്ചൂട്ടനാണ്. അപ്പം അതിനകത്ത് അവൻ ഫസ്റ്റ് ഇട്ടേക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജിനകത്ത് ഇട്ടേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ക്വീർ വിരുദ്ധത ആഘോഷമാക്കുന്ന സൈബർ ഇടത്തെ ടോക്സിക് ദൈവങ്ങൾ, മലപ്പുറത്ത് വന്ന് പ്രായപൂർത്തി പോലും ആവാത്ത കൊച്ചുകുട്ടികളുടെ മുന്നിൽ സ്വന്തം ലൈംഗിക അവയവങ്ങൾ തുറന്നു കാട്ടി തുള്ളിയ ഇവരുടെ തന്തയില്ലായ്മ തരം എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും നടക്കില്ല മിഥുനെ. ന്യായീകരണം നല്ലതാ, പക്ഷേ അതിൽ എന്തേലും ന്യായം വേണം. ഇതായിരുന്നു ആ പയ്യൻ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റോറി. ഓക്കെ, ഇതിനകത്ത് ഇവൻ പറഞ്ഞ കാര്യം എന്താണ്, അവിടെ ഇങ്ങനെയുള്ള ചില പ്രവൃത്തികൾ കാണുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും നമ്മൾ അതിനെപ്പറ്റി ചൂണ്ടിക്കാണിക്കണ്ടേ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികളായതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ടോ? ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നാദർ തിരിച്ച് അവൻ അയച്ചേക്കുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ, അതായത് മദ്രസയുടെ മറവിൽ കൊച്ചുകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി തിരുവനന്തപുരത്ത് 3 ഉസ്താദുമാർ പിടിയിൽ. ഓക്കെ, അപ്പോൾ ചോദിച്ചു, അപ്പോൾ അവൻ തിരിച്ച് മറുപടി അയച്ചത്, എന്താണ് നജീബേ, എൻ്റെ DP കണ്ടപ്പോൾ ഉസ്താദാണെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചു. പിന്നെ നീ ഉസ്താദാകണോ ബെസ്റ്റ്? മുസ്ലിംസിലാണ് ഏറ്റവും കൂടുതൽ പീഡനവീരന്മാരുള്ളത്, ഇതിനെതിരെ പ്രതികരിക്കുക. ഓക്കെ, മുസ്ലിംസിലാണ് ഏറ്റവും കൂടുതൽ പീഡനവീരന്മാർ ഉള്ളത് എന്ന്. ഞാനൊരു അറിയാത്തത് കൊണ്ടൊരു സംശയം ചോദിച്ചോട്ടെ, ഹിന്ദു ആ ഒരു മതത്തിലുള്ള ആളുകളാണെങ്കിൽ പീഡനം നടത്താറുണ്ട്, ക്രിസ്ത്യൻസിലുള്ളവർ പീഡനം നടത്താറുണ്ട്, മുസ്ലിംസിലുള്ള ആളുകൾ പീഡനം നടത്താറുണ്ട്. ഓക്കെ, ഇവരെല്ലാം ഇതേ മതത്തിൽ പെട്ടതുകൊണ്ടല്ല അവരൊരിക്കലും ഈ ഒരു പീഡനം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ വ്യക്തികളുടെ സ്വഭാവ വൈകൃതങ്ങൾ കൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്. അവിടെ അവരെ ഒരു മതത്തിൻ്റെ താഴെ ടാഗ് ചെയ്ത് വെക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഒരിക്കലും ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലഹരിയുടെ കാര്യം പറയുമ്പോൾ ലഹരി ഉപയോഗിച്ചതിൻ്റെ കാരണമായിട്ടാണ് പല ആളുകൾ ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. ലഹരിയേക്കാൾ മാരകമായിട്ടുള്ളൊരു സാധനമാണ് മതം.
ഓക്കെ, ആ ഒരു മതത്തിൽ ഉൾപ്പെട്ട ആളായതുകൊണ്ടല്ല ഒരിക്കലും ഈ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്, ആ ഒരു വ്യക്തി അങ്ങനെ ആയതുകൊണ്ടാണ്. ആൻഡ് ഇത് മുസ്ലിമിലുള്ള ആളുകളാണ് കൂടുതൽ എന്നറിയാനെ കൊണ്ട് അവരുടെ ഒരു പട്ടിക അല്ലെങ്കിൽ അവരുടെ ഒരു സെൻസസ് ഒന്നും എടുത്ത് നോക്കിയിട്ടല്ലല്ലോ ഈ പറയുന്നത്. അപ്പം അത് വളരെ മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇങ്ങനെ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇങ്ങനെയാണോ തിരിച്ച് പ്രതികരിക്കേണ്ടത്? എന്തായാലും അവനതിനെ തിരിച്ചൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. നീ ഉത്തരം മുട്ടുമ്പോൾ ഇതുപോലെ മതം കുത്തി കയറ്റുന്നത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലേ എന്ന് അവൻ ചോദിച്ചു. ഞാൻ മുസ്ലിം ആണെന്ന് വെച്ച് മുസ്ലിങ്ങൾ തെറ്റ് ചെയ്താൽ അത് സപ്പോർട്ട് ആക്കുമെന്നാണോ എന്നവൻ ചോദിച്ചു. ഇവന്മാരെ സപ്പോർട്ട് ചെയ്യോ? നിന്റെ ദൈവമല്ലേ ഇവന്മാർ? നീയൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഒരു രോമത്ത് തൊടാൻ നിനക്കൊന്നും പറ്റില്ല. ഓക്കെ, ആൻഡ് ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം, ഈ മെസ്സേജസ് ഒക്കെ എവിടെയെങ്കിലും അൺസെൻഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഓക്കെ, നാദരയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ പയ്യൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്തെങ്കിലും അൺസെൻഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നാദര ഇതുമായിട്ട് മുന്നോട്ട് വരേണ്ടതാണ്. ഓക്കെ, ആൻഡ് തെണ്ടിത്തരം ആര് ചെയ്താലും അത് തെണ്ടിത്തരമാണ്. അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും അത് ഞാനിടും. അതുകൊണ്ട് മതം പറഞ്ഞു വരേണ്ട ഇവിടെ. അവൻ കൃത്യമായിട്ട് അവന് പറയാനുള്ള അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവനോട് പറഞ്ഞു. ഓക്കെ, ഇതാണ് അവന് പറയാനുള്ള മറുപടി. കാര്യം ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും പറയാനില്ല. എന്നിട്ടും അതവിടെ നാദർ പറഞ്ഞുകൊണ്ട് വന്നു. നീയൊക്കെ കാരണം കേരളത്തിലൊരു സൈബർ മരണം കൂടി നടക്കുമ്പോൾ നിൻ്റെയൊക്കെ പ്രൊഫൈൽ നമുക്ക് എടുക്കാനുള്ളതാ. എന്തായാലും അത് ഉടനെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഉണ്ടാകുമല്ലോ, പ്രതികരണം എല്ലാത്തിനും പ്രതികരിക്കലുണ്ട്. ആള് മുസ്ലിം അല്ലേ, സ്വന്തം മതമല്ലേ വെച്ച് മിണ്ടാതിരിക്കാൻ ഞാൻ നീയല്ല. അതുകൊണ്ട് മതമായിട്ട് വരേണ്ട മോനെ. നോട്ടഡ് യുവർ അക്കൗണ്ട്. ഓക്കെ, മറക്കല്ലേട്ടാ. സോൾ അഹമ്മദ്, യൂസർ നെയിം മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ്. ഷുവർ. നിങ്ങളുടെ കൂടെയുള്ള ഏതോ മൈനർ സെക്കൻഡ് ആർക്കോ തുണി പൊക്കി കാണിച്ചു. ഇപ്പോൾ സ്റ്റേഷനിലാണെന്ന് കേട്ടു. അത് ശരി, ആരാണാവോ ആ മഹാൻ? വാർത്ത വരുമ്പോൾ അറിയിക്കാം. മൈനർ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതിനുശേഷമാണെങ്കിൽ അവന് അയച്ചേക്കുന്നൊരു മെസ്സേജ് എന്ന് വെച്ചാൽ, മതം രാഷ്ട്രീയം ഇവ രണ്ടുമായിട്ട് ആരും എൻ്റെ അടുത്തുകൊണ്ട് വരണ്ട. ഞാൻ ഏത് പോസ്റ്റ് ഇട്ടാലും അതിൽ മതം രാഷ്ട്രീയം കുത്തിക്കയറ്റുന്നവരോട് ഏത് മതമായാലും രാഷ്ട്രീയമായാലും എനിക്കെല്ലാം ഒരുപോലെയാണ്. ഞാനൊരു പീഡന ന്യൂസ് പോസ്റ്റ് ഇട്ടാൽ പ്രതി മുസ്ലിം മതത്തിലെ ഉന്നതനാണെങ്കിൽ നിനക്ക് നാണമില്ലേ സ്വന്തം മതത്തിനെതിരെ പോസ്റ്റ് ഇടാൻ? നീയൊക്കെ മുസ്ലിമാണോ എന്നെ കുറിച്ചും മുസ്ലിം പുണ്യാളന്മാരുടെ ചോദ്യം. ഇനി പ്രതി ഹിന്ദു ക്രിസ്ത്യൻ മതക്കാരാണ്. നിന്റെ DP കണ്ടപ്പോഴേ തോന്നി നീ മുസ്ലിം അല്ലേ? ഇതേ ചെയ്യൂ. സ്വന്തം മതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നോക്കാതെ മറ്റു മതക്കാരെ കുറ്റപ്പെടുത്താൻ വന്നേക്കുന്നു എന്ന് അവരുടെ വക വേറെ. മുസ്ലിം ആണേലും ക്രിസ്ത്യൻ ആണേലും ഹിന്ദു ആണേലും തന്തയില്ലായ്മത്തരം കാണിച്ച് അത് തെറ്റ് തന്നെയാണ്. നല്ലത് കണ്ടാൽ നമ്മ സപ്പോർട്ടാകും. അത് ഏത് മതമായാലും പാർട്ടി ആയാലും. ബി ഹ്യൂമൻ. താങ്ക് യു. അവൻ അടിപൊളിയായിട്ട് അവന് പറയാനുള്ള അവൻ്റെ വ്യക്തിത്വം എന്താണെന്ന് അവൻ ആ ഒരു ഒറ്റ പോസ്റ്റിനോട് അവൻ കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും നാദര വിടുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഇവനതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളിപ്പം മുസ്ലിം മതത്തിലുള്ള ഒരു വ്യക്തി ഹിന്ദു മതത്തിലൊരു കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, മുസ്ലിം മതത്തിലുള്ള കാര്യം തന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാനാണെങ്കിലും ഈ പറയുന്ന മതങ്ങളുടെ ചില റോങ് നമ്പറുകൾ കാണുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചേറിയോട്ട് ചെയ്യാൻ ചില കാര്യങ്ങൾ പറയാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ മതങ്ങളുടെ പ്രശ്നമല്ല, ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കാണിച്ചു കൂട്ടുന്ന ചില വിവരക്കേടുകളുടെ പ്രശ്നമാണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് നാദരയോട് ഇവൻ പറഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ്. ആൻഡ് ഫോർ യു എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ അടുത്തൊരു വോയിസ് മെസ്സേജോട് ഇവനെ അയച്ചിട്ടുണ്ട്. ഞാൻ അത് ഇവിടെ പ്ലേ ചെയ്യാം. ഈ ഉള്ളത് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ മതം കുത്തി കയറ്റണേ കുറച്ച് ചീപ്പ് പരിപാടിയാണ്. മനസ്സിലായ നമ്മൾ വലിയ മതവിശ്വാസമൊന്നുമല്ല. ഓക്കെ, DP ഇപ്പോൾ വൈറ്റ് ഡ്രസ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് എന്താ കാര്യം? അതിലൊന്നുമില്ല. ഓക്കെ, അവിടെ നമ്മളുള്ളത് പോലെ പറയും. അതിങ്ങ് മുസ്ലിംസാണ്, ഉസ്താദുമാരാണ്, വലിയ കൊമ്പത്തുള്ള പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി സാമ്യകളായാലും ഉസ്താദുമാരായാലും പള്ളിയിലച്ഛനാണെങ്കിലും തെണ്ടിത്തരം കാണിച്ചാൽ നമ്മൾ അത് പ്രതികരിക്കും, നമ്മൾ സ്റ്റോറി ഇടും. മനസ്സിലായോ? ഇതിലിപ്പോൾ മതം കുത്തിക്കയറ്റേണ്ട ഒരാവശ്യമില്ല. അത് നീ താൻ ഉത്തരം മുട്ടിയപ്പോൾ അതിനിടെ മതം കയറ്റി. അതെൻ്റെ അടുത്തായിപ്പോയി. മറ്റുള്ളവരോട് പറഞ്ഞു. ഓക്കെ, നമുക്ക് ആ വിഷയമല്ല. ഓക്കെ, ഇതാണ് ആ പയ്യൻ നാദര കഴിച്ചേക്കുന്ന വോയിസ് മെസ്സേജ്. ഇവൻ്റെ ഈ ഒരു വോയിസിൻ്റെ ടോൺ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവൻ ഈ ഒരു വിഷയത്തെ ഏത് വൈബിലാണ് എടുത്തേക്കുന്നത് എന്നുള്ളത്. കാര്യമില്ലാത്ത കാര്യമാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം നാദര അയച്ചേക്കുന്ന അടുത്ത മെസ്സേജ്, എന്ത് ചെയ്യാനല്ലേ, വൃത്തികെട്ടവന്മാർ മുസ്ലിം പള്ളിയിലായിപ്പോയി. പള്ളിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വിടരുത്. ആ അവസ്ഥ എടുക്കണം നമ്മൾ. ബാക്കി അവൻ അയച്ചേക്കുന്ന വോയിസ് മെസ്സേജ് ഞാൻ വെക്കുന്നില്ല. കാര്യം ഇതേപോലത്തുള്ള കാര്യങ്ങളാണ് അവൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വേറെ സെപ്പറേറ്റ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ, മതത്തിൻ്റെ പേരില നീ അധികമുള്ളവർ സൈബർ അറ്റാക്സ് ചെയ്യുന്നത്. മുസ്ലിം മതവും പറഞ്ഞു. ഇപ്പോൾ വധഭീഷണി വരെ മുസ്ലിം മതം പറഞ്ഞിട്ടാ. ഇതെന്താണ്? ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയാലോ സ്ഫോടനം പൊട്ടിയാലോ മുസ്ലിം പേര് കേൾക്കണമെന്ന് ആളുകൾ പറയുന്ന പോലത്തെ ഒരു പരിപാടിയായി പോയില്ലേ ഇത്?
ഇപ്പോൾ കളമശ്ശേരിയിൽ സ്ഫോടനം നടന്നപ്പോഴത്തേക്കിന് ഡൊമിനിക് മാർട്ടിൻ്റെ പേര് കേൾക്കാനല്ല ആളുകൾ ആഗ്രഹിച്ചത്. ആ ഒരു പേര് കേട്ടപ്പോഴത്തേക്കിന് പല ആളുകൾക്കും അസ്വസ്ഥത ഉണ്ടായി. അത് എന്തുകൊണ്ട് ഒരു മുസ്ലിം പേരായില്ല എന്നുള്ളതുകൊണ്ട്. ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഇന്നും മാറ്റണ്ടേ. മുസ്ലിം ആയതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അടുത്ത മെസ്സേജ്, നിന്റെ മുകളിലുള്ള സ്റ്റോറി എല്ലാം അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞിടെ പോലീസ് മൊഴിയെടുത്തപ്പോഴും നമ്മൾ പറഞ്ഞതും നിങ്ങളുടെ ലക്ഷ്യം മതം പറഞ്ഞുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അപ്പോൾ നിന്റെ അക്കൗണ്ട് ശ്രദ്ധിച്ചില്ല. ഇനി എന്തായാലും നിന്റെ അക്കൗണ്ട് കൊടുത്തോളാം. കാരണം നമുക്ക് വേണ്ടത് മതം പറഞ്ഞ് സൈബർ അറ്റാക്ക് ചെയ്യുന്ന ജെനുവിൻ അക്കൗണ്ടും ഫോട്ടോസും ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാദിറ മെഹറിൻ ആ ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശമായിപ്പോയി നാദിറ മെഹറിൻ. കാര്യം നിങ്ങൾ ഇത്രയും വലിയൊരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ പക്വതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ കാണണം. കാര്യം ആ ഒരു പയ്യൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ തവണ അവനെ ഒഫൻസീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴും അവൻ വളരെ മാന്യമായിട്ട് ഡീസൻ്റായിട്ട് കാര്യം സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നാദിറയോടുള്ള റെസ്പെക്ട് ഇപ്പോഴും എനിക്കുണ്ട്. പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുമ്പോൾ ആ ഒരു റെസ്പെക്റ്റിന് ഒരുപാട് വീഴ്ചകൾ വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇത്തരം ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് നിങ്ങൾ തന്നെ വന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തേണ്ടതാണ്. ആൻഡ് നാദിറ തന്നെ ജാൻമണി ഈ ഒരു ഹൗസിൽ നിന്നുകൊണ്ട്, ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹൗസിൽ നിന്നുകൊണ്ടാണെങ്കിൽ ചില തെറ്റുകൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നാദിറയും ചില കാര്യങ്ങൾ വന്നിട്ട് ജാൻമണി ചെയ്യുന്ന കാര്യങ്ങളോട് വിയോജിപ്പ് കാണിച്ചുകൊണ്ട് ചില വീഡിയോസിൽ സംസാരിക്കാറില്ലേ, അതൊക്കെ റെസ്പെക്ട്ഫുൾ ആയിട്ടൊരു കാര്യം തന്നെയാണ്. അതേപോലെ ഇത്തരം ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാം, ഞങ്ങളിലെ ഏതെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ഏതെങ്കിലും ആളുകൾ ഇങ്ങനെ ചെയ്തു എന്ന കാരണത്താൽ ഞങ്ങൾ എല്ലാവരെയും നിങ്ങൾ അടച്ചാക്ഷേപിക്കരുതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇതിന് ശേഷം കിച്ചൂടനാണ് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോൾ അവൻ കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് ഒഫൻസീവായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിറ്റിയെ പറയേണ്ടി വന്നു. അത് അവന് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ട കാരണത്താൽ കിച്ചൂടൻ്റെ അടുത്താണെങ്കിൽ ശ്രുതി സിത്താര, അതേപോലെ മജീഷ്യൻ അശ്വിനൊക്കെ ആണെങ്കിൽ വന്നിട്ട് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ, ഇവനെതിരെ കേസ് കൊടുക്കും, പിന്നെ നീ ആരാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ പറയാനെ കൊണ്ട്, നാളെ നിനക്കെതിരെയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടാൻ പോകണം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവന് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അത് നമുക്ക് നോക്കാം. പക്ഷേ എനിക്ക് നാദിറയോട് ഇപ്പോഴും അതേ റെസ്പെക്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് നാദിറ മെഹറിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരം ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനെ കുറച്ച് മെച്യൂർഡായിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ പക്വതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. ആൻഡ് പറയുന്ന വാക്കുകൾ കുറച്ച് സൂക്ഷിക്കുക. ഓക്കെ.